ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ അതാ ഈ കോടും തണുപ്പത്ത് ഈ മഴയത്ത് ഞാൻ ഹെഡ് ചെയ്യുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുടി വെട്ടണം. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നു കേട്ടോ. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഭയങ്കര ശോകമായി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കല്യാണം തൊട്ടേ. കല്യാണത്തിന് ഈ ക്രിമ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്ത് എൻ്റെ മുടി നല്ല രീതിയിൽ കുളമായി. ഇന്ന് മുടി വെട്ടണം. എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ സൺഡേ ആണ്. ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള ഹെയർ ഡ്രസ്സിങ് കടകൾ വളരെ കുറവാണ്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഒരെണ്ണം കണ്ടു, അവരിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഞാൻ അവരുടെ അടുത്ത് പോയി നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു കേട്ടോ മുടി വെട്ടുന്ന കാര്യത്തിൽ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ആൾക്കാർ മുടിയിൽ ടച്ച് ചെയ്യുന്നത്. കാരണം അവരുടെ കൈ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് മുടി ഞാൻ വെട്ടിയത് അംബിക പിള്ളേനെ കൊണ്ടാണ്. അംബിക പിള്ളയ്ക്ക് എറണാകുളത്തൊരു സലൂണുണ്ട്. ഞാൻ ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഇത്ര അപ്പോയിൻമെൻ്റ് ആകുമ്പോഴേ അവർ ബോംബെയിൽ നിന്ന് വരത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത്. ആദ്യമായിട്ട് ശരിക്കും അവരാണ്. അതിൻ്റെ 8th സ്റ്റാൻഡേർഡോ 9th എങ്ങാണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതെന്ന് വെച്ചാൽ ഞാൻ അത്ര ചൂസിയാണ്. ഞാനാണിപ്പോൾ എനിക്ക് സഹി കെട്ടിട്ട് എനിക്കിനി ഇതുകൊണ്ട് പോകാൻ വയ്യ എന്നുള്ള സ്റ്റേറ്റിൽ ഞാൻ മുടി വെട്ടാൻ പോവാണ്. എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെട്ടാം, എനിക്കൊന്ന് വെട്ടിയാൽ മതി. അതെ, ഇവനറിയാം ഞാൻ എത്ര ഡെസ്പറേറ്റ് ആണ്. ഇപ്പം എനിക്ക് പറ്റുന്നില്ല. അത് വേണ്ട, ഈ പണിക്കർ വെട്ടിയാൽ എനിക്ക് ശരിയാവത്തില്ല. ഓർക്കും ഞാനിതൊക്കെ എന്തിനാ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഞാൻ ലാസ്റ്റ് ടൈം മുടി വെട്ടിയപ്പോൾ, കല്യാണം കഴിഞ്ഞ് മുടി വെട്ടിയപ്പോഴും ഞാൻ ഒരു വ്ളോഗ് എടുത്തായിരുന്നു. ആൻഡ് അത് എനിക്കിഷ്ടമാണ്. എൻ്റെ ആ ഒരു ബിഫോർ ആഫ്റ്റർ ലുക്കൊക്കെ ഇങ്ങനൊന്നും എനിക്ക് പോയി കാണാനൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കാണണ്ട, സ്കിപ്പ് അടിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത സ്കിപ്പ് അടിക്കൂ, ലൈക്ക് അടിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ലുക്ക് കാണാൻ കീപ്പ് വാച്ചിങ്. മഴയും ഒക്കെ ആയിട്ട് തുള്ളിച്ചാടിയൊക്കെയാണ് ഞാൻ പോകുന്നത്. തിരിച്ചെങ്ങനെ വരുമെന്ന് കണ്ടറിയാം. എനിക്ക് ആ പോക്കിലേ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെ ആ കടയിൽ ആളില്ലായിരുന്നു, ഹെയർ കട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പിരികോ എടുത്തിട്ട് തിരിച്ച് ശശിയായി വീട്ടിൽ വന്നു. ആൻഡ് നെക്സ്റ്റ് ടൈം ഞാനൊരു ട്രാൻസിഷൻ എടുക്കാൻ പ്ലാനുണ്ട്. അതുകൊണ്ട് ആ സെയിം ഡ്രസ്സെല്ലാം വലിച്ചു കയറ്റിയിട്ട് ഞാൻ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞാനപ്പോൾ ഇൻട്രോ ഒക്കെ ഇങ്ങനെ പറയുന്നത്. ഇതായിരുന്നു എൻ്റെ ഹെയർ ലെങ്ത്. ഇത്രയും ലെങ്ത് ആയിരുന്നു. പക്ഷെ മുടിയുടെ ടെക്സ്ചർ ശരിക്കും പോയി. പിന്നെ നല്ല പോലെ കൊഴിച്ചിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇറ്റ്സ് ഹൈ ടൈം. എനിക്കിങ്ങനെ അൺഹെൽത്തി ആയിട്ട് മുടി കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമില്ല. ഉണ്ടെങ്കിൽ അത് ഉള്ളത് കുറച്ച് വൃത്തിയായിട്ട് കിടക്കണം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ എത്തി. പക്ഷെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായിട്ടാണ് ചെന്നത്. ഈവനിങ് ആണ് ചെന്നത്. ഒരു 5:30 ആകുമ്പോൾ കടകളെല്ലാം ക്ലോസ് ആവും. അപ്പം ഞാനൊരു 4:30ക്കാണ് ചെന്നത്. അപ്പോൾ അവർക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇത്രയും ലെങ്താണ് പറഞ്ഞത്. കുറച്ച് ലെയേഴ്സ് ബാങ്ക്സ് ഒക്കെയാണ്. മുടി വെട്ടാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ലെങ്കിൽ എനിക്ക് ഈ റൈറ്റ് സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് കുറേ സമയം എടുത്തു ഗൈസ്. ഒരു മാസമായിട്ട് ഇങ്ങനെ മുടി വെട്ടണം എന്ന് പറഞ്ഞ് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നടക്കുക. എന്നാൽ എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നോക്കിയും കണ്ടും അങ്ങനെ കുറച്ച് പിക്കിയാണ് ഞാനിങ്ങനെ വെൻ ഇറ്റ് കംസ് ടു ഹെയർ. എനിക്കിങ്ങനെ റാൻഡമായിട്ട് എവിടെയെങ്കിലും അങ്ങനെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കുറച്ചായിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇംഗ്ലീഷുകാരുടെ ഈ ഹെയർ കട്ട് അവരുടെ പേജസൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ എല്ലാം വന്നിട്ട് ഏകദേശം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റൈലാണ്. ആ സ്റ്റൈലിൽ നമുക്ക് ഓക്കെ ഇവർക്ക് സ്കില്ലുണ്ടോ, ഇവർക്ക് കഴിവുള്ളവരാണോ വെട്ടുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഓൾസോ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ആരെങ്കിലും റെഫർ ചെയ്തിട്ട് പോവുകയാണെങ്കിലും നമുക്കറിയില്ല ആ സെയിം അന്ന് കട്ട് ചെയ്ത ആ ആളെ തന്നെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ഹെയർ കട്ട് ബൈ സൈറ എന്ന് പറഞ്ഞിട്ട് ഉള്ള നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു, അതായത് സിറ്റി സെൻറ്ററിൽ തന്നെ ഉള്ളൊരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവിടെ എനിക്കറിയാം സൈറ തന്നെ ആയിരിക്കും വെട്ടുന്നത്. ആൻഡ് എനിക്ക് പുള്ളിക്കാരി ഒരു പാകിസ്ഥാൻകാരിയാണ്. ആൻഡ് എനിക്ക് പുള്ളിക്കാരിയുടെ സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഒരു ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇല്ലേ, ഹെയർ കട്ടിങ്, അതായത് ലെയർ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പല ഡിഫറെൻറ്റ് സ്റ്റൈൽസ് പുള്ളിക്കാരിയുടെ പേജിൽ കാണാൻ പറ്റി.
ആൻഡ് ഐ വാസ് സോ ഹാപ്പി. എനിക്ക് അപ്പം തന്നെ ഒരു സ്പാർക്ക് അടിച്ചു, ഓക്കെ ദിസ് ഈസ് ദ പ്ലേസ്, ഇവിടാണ് ഞാൻ പോകേണ്ടത്. ഇത് ഞാൻ കണ്ടത് ഞാൻ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ട് ഞാൻ ഇവരെ നോട്ടീസ് ചെയ്തതാണ്. അപ്പം ഞാൻ കുറച്ചായിട്ട് ഇവരെ എന്നിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു 2-3 വീക്സ് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡായി. അങ്ങനെ ഞാൻ പോയതാണ്. ആൻഡ് എനിക്ക് ആദ്യം തന്നെ ഒരു കൺസൾട്ടേഷൻ വേണം. അതാണ് എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് ഫ്രണ്ട് ബാങ്ക്സ് വേണം, പിന്നെ എനിക്ക് ലെയേഴ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇതെൻ്റെ കട്ടായിപ്പോയ മുടിയാണ്, കുറേ മുടി ഷോർട്ടാക്കി ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിക്ക് മനസ്സിലായി. കാരണം ഡെയിലി പുള്ളിക്കാരി എനിക്കിതൊന്ന് കുറഞ്ഞതൊരു 5-6 ഹെയറെങ്കിലും കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട്. ആൻഡ് ഒരു കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ഹെയർ വാഷൊക്കെ എടുത്തിട്ട് നമ്മളൊരു ഹെയർ കട്ട് എടുത്തു. ആൻഡ് ബ്ലോ ഡ്രൈയും ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റിലെത്തിയപ്പോൾ കുറച്ച് റഷായിപ്പോയി. കാരണം കട അടയ്ക്കാനായിട്ടുള്ള തിരക്കായിരുന്നു. 5:30 അവർ ക്ലോസിങ് ടൈം. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ 6 മണിയായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ആ ബ്ലോ ഡ്രൈയിൽ മാത്രം ഒരു എന്താ പറയുക ഒരു ഫുൾ എനിക്ക് കിട്ടിയെന്ന് എനിക്കൊരു തോന്നിയില്ല. പക്ഷേ അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഷി വാസ് ആക്ച്വലി നൈസ് ആസ് വെൽ. നമ്മളെ നല്ല കംഫർട്ടബിൾ ആക്കി വെച്ചു. ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഏകദേശം ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഷോർട്ട് ഹെയർ ഞാനിങ്ങനെ റാൻഡമായിട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് ഷോർട്ട് ആക്കാറുണ്ട്. ആൻഡ് എനിക്കറിയാം എനിക്കത് നൈസായിട്ട് ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്, എനിക്കിഷ്ടമാണ്. പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് കൂടുതലും ലോങ് ഹെയർ ആണ് ഞാൻ ക്യാരി ചെയ്യാറ്. അപ്പം പെട്ടെന്ന് നമ്മളിങ്ങനെ ഷോർട്ട് ആക്കുമ്പോൾ ഒരു ചെറിയ റിഗ്രറ്റ് ഒക്കെ വരും. ഈവൻ തോ നമുക്കത് വേണം എന്ന് തോന്നി ചെയ്തതാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു 1-2 ദിവസത്തേക്ക് ഒരു വിഷമമൊക്കെ കാണും. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു വിഷമവും സങ്കടവും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഉണ്ട്, അയ്യോ എൻ്റെ ലോങ് ഹെയർ പോയോ എന്ന്. പക്ഷേ ഐ നോ ഇത് നല്ലതാണ്, ചേഞ്ച് ഈസ് ഗുഡ്. ആൻഡ് മുടിയാണല്ലോ, വളരും. ഐ നോ ഓൾ ദീസ് തിങ്സ്. പിന്നെ ഇത് ഗ്രോത്തിനും നല്ലതാണ്. ആൻഡ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കെയർ ചെയ്യാൻ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നത്. എൻ്റെ ശരിക്കും മുടി ഡാമേജ്ഡ് ആയി തുടങ്ങി ആ കല്യാണത്തിന് ഹീറ്റിങ്ങും ക്രംപിങ്ങും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഷോർട്ട് ഹെയർ ആക്കിയതിന്. ഷോർട്ട് ആൻഡ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്ന വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യും എനിക്ക് ഷോർട്ട് ഹെയർ ആണോ ചേരുന്നത് അതോ ലോങ് ഹെയർ ആണോ ചേരുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്. എന്തായാലും ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി പട്ടി ഷോ ടൈമാണ്. എൻ്റെ മുടി ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്കിപ്പോൾ സങ്കടം വരുന്നു. അതെന്താ അങ്ങനെ മുടി വെട്ടുന്നതാണ്, മുടി വെട്ടിക്കളയണം. മുടി വെട്ടിക്കഴിയുമ്പോൾ അത് റിഗ്രറ്റ്. ഞാൻ അന്ന് ഇതുവഴിയല്ലേടാ മുടി വെട്ടണം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് മുടി വെട്ടാനായിട്ട് പോയപ്പോൾ എനിക്ക് ഇത്രയോ മുടി ഉണ്ടായി, എനിക്കൊരു ഭാരമായിരുന്നു. ഇപ്പോൾ എനിക്ക് മുടിയൊന്നും ഇല്ല, എനിക്ക് വെട്ടി ഇത്ര ഉള്ളു ഗൈസ്. എനിക്കിത് സ്ഥിരമാണ്, മുടി വെട്ടുന്ന വരെ ഇങ്ങനെ അയ്യോ വെട്ടണം വെട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം റിഗ്രറ്റ് ആണ്. പിന്നെ ആ ചേച്ചി ഭയങ്കര റഷിലായിരുന്നു ക്ലോസ് ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് ബ്ലോഡറേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചുമ്മാ ഞാൻ ഉണക്കിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അതുകൊണ്ട് എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. ബട്ട് സ്റ്റിൽ അഭി പറഞ്ഞ് കൊള്ളാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും പോയൊരു മുടി വെട്ടെ. ചുമ്മാ ഇരിക്കല്ലേ, ഒരു ചേഞ്ചൊക്കെ ആവും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും തോന്നുന്നു. അപ്പോൾ ബൈ ഗായ്സ്. ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഒരു ഫ്രഷ് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കിവിടുന്ന് മുടി വെട്ടാൻ ഇറങ്ങുമ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് എങ്ങനെയും ഈ മുടി ഒന്ന് വെട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നല്ല ലെങ്ത് കുറയ്ക്കണം, എനിക്കൊരു ചേഞ്ച്, ദാറ്റ്സ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ എന്നൊക്കെ പറഞ്ഞ് മുടിയെല്ലാം വെട്ടി. എന്നിട്ട് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും മനസ്സിനൊരു വിഷമം ആൻഡ് എന്താ പറയുക, ഒരു റിഗ്രറ്റ്. ഇതൊന്നും വലിയ ബിഗ് ഡീൽ അല്ല. ഈ ഹെയർ കട്ടിനെ ഞാൻ ഇങ്ങനെ റിലേറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ലൈഫിലാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ പാസ്റ്റ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു ഓൾഡ് ടഫ് ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത മെമ്മറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ
യു ഷുഡ് ലെറ്റ് ദം ഗോ. അതുപോലെ നമ്മൾ ഈ പഴയ പഴഞ്ച മുടി സ്പ്ലിറ്റൻസും പിന്നെ ഒരുമാതിരി ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് നിൽക്കുന്ന പോലത്തെ മുടിയൊക്കെ വി ഷുഡ് ലെറ്റ് ഇറ്റ് ഗോ അല്ലേ. അങ്ങനെയാണ് ഞാൻ സമാധാനിച്ച ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വി ഷുഡ് എംബ്രേസ് ദി ചേഞ്ച്. ചേഞ്ചിലാണ് നമുക്ക് ഗ്രോത്ത് ഉള്ളത്. അതുപോലെ നമ്മൾ ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഓരോ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് പെട്ടെന്ന് നമ്മളെ പറിച്ചു നട്ട് വേറൊരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ആക്ച്വലി ഫോർ ഗ്രോത്ത്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. നിങ്ങളൊരു ടഫ് സിറ്റുവേഷനിൽ പോയി വീഴുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നിങ്ങളുടെ ഗ്രോത്ത് തുടങ്ങുക. അപ്പോൾ ശരിയെന്നാ, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല.